കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇന്ന് വീണ്ടും ഇഡിക്ക് മുന്നിൽ എത്തുന്നു. 4ാം തവണയാണ് വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. സിപിഐഎമ്മിന് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉള്ളതായി അറിയില്ലെന്നും അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നും എം വർഗീസ് പറഞ്ഞു. ഇഡിയിൽ നിന്ന് സമ്മർദ്ദങ്ങളൊന്നുമില്ല എന്നും എം വർഗീസ് വ്യക്തമാക്കി. ഡാനി ഇപ്പോഴാണ് ചേരുന്നത്. ഡാനി, ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? അഭിലാഷ്, ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. പ്രാഥമികമായ വിവരങ്ങൾക്ക് ശേഷം അതിലേക്ക് സ്വാഭാവികം കടക്കും. ഇത് 4ാം തവണയാണ് എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ രണ്ടാമത്തെ ഈ 4ാം തവണയിലേക്ക് ചോദ്യം ചെയ്യൽ വരുന്നത് എന്നൊരു പ്രത്യേകതയും ഉണ്ട്. ഇഡി അവരുടെ ഒരു പഴയ നിലപാടിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അത് ആവർത്തിക്കുകയും ചെയ്തു. കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ എം വർഗീസ് നൽകുന്നില്ല. ആ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ കൃത്യമായ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിപിഎമ്മിനുണ്ടായ അക്കൗണ്ടുകളെ കുറിച്ചാണ് കൂടുതലായും ചോദ്യങ്ങൾ വരുന്നത്. 5 അക്കൗണ്ടുകളോളം പലരുടെയും പേരിൽ സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ പേരിലുണ്ടായിരുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ എം വർഗീസിന് ലഭിക്കുന്നില്ല എന്നതാണ് ഇഡി പറയുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ ഇത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇഡിയിൽ നിന്ന് ഈ രീതിയിൽ വലിയ സമ്മർദ്ദങ്ങളില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ലോക്കൽ കമ്മിറ്റിക്ക് 5 അക്കൗണ്ടുകൾ ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും സിപിഎമ്മിന് അവിടെ അക്കൗണ്ട് ഉള്ള കാര്യം തനിക്ക് അറിയില്ല എന്നുമാണ് എം വർഗീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് തുടർച്ചയായി എം വർഗീസിനെ വീണ്ടും വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയവർ പലരും ഇതുമായി ബന്ധപ്പെട്ട് ഈ അക്കൗണ്ടുകളുടെ വസ്തുതകൾ അന്വേഷിക്കുക എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിളിച്ചു വരുത്തിയത്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 4ാം തവണയാണ് തൃശൂർ സിപിഎം ജില്ലാ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. കരുവന്നൂർ ബാങ്ക് കേസ് സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിച്ച ശേഷം 2ാം ഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. അഭിലാഷ്.